ഗോസിപ്പിന്റെ ഈ ആഴ്ചത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സബാൻ, സൂര്യ. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. ഇനി ഒരാഴ്ചത്തേക്ക് അല്ലേ? ഇനി ഒരാഴ്ചത്തേക്ക്, അടുത്ത ആഴ്ച കാണുന്നതിന് വരെ ഞങ്ങൾ വണ്ടി കൊച്ചി അറിയില്ല. എന്തായാലും ഞങ്ങൾ ഈ ഒരാഴ്ച നിങ്ങൾക്ക് വേണ്ടി കുറെ ഗോസിപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഗോസിപ്പിലേക്ക് കിടന്നാലോ? അല്ലേ? കാരണം ഇവരെ ബോറടിപ്പിക്കില്ല, ഒരു ഗോസിപ്പ് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഗോസിപ്പിലേക്ക് കിടക്കുകയാണ്. ദാറ്റ്സ് അപ്പോൾ ഗോസിപ്പ്. അപ്പം ഇന്ന് ഞാനൊരു പുതിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം സൂര്യ എന്താ മൊത്തം പേര്? ആ നല്ല പേരാണല്ലോ, സൂര്യ മാളു. നമുക്ക് തിരിച്ച് മാളു സൂര്യ എന്നാക്കിയല്ലോ, എങ്ങനെ ഇരിക്കും? ഇപ്പൊ ഉള്ള ഈ അലിഞ്ഞ ലുക്കൊക്കെ അങ്ങ് മാറി നല്ല ലുക്കായാലോ? ആ പേര് മാറുന്നതിനനുസരിച്ച് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ലക്ഷ്മി റായ് ഇല്ലേ? ലക്ഷ്മി റായ് പേര് മാറ്റി. ഇപ്പം മനസ്സിലായി. നമ്മുടെ ലക്ഷ്മി റായ് എന്തായിരുന്നു അറിയോ? പുള്ളിക്കാരത്തി പറയാണ്, എന്റെ പേര് ലക്ഷ്മി റായ് എന്നായതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു ഞാൻ ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര ക്യൂട്ടാണ്, പാവാണ് എന്നൊക്കെ വിചാരിച്ച്. എനിക്കത് അല്ലെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എനിക്ക് അതുകൊണ്ട് അങ്ങനത്തെ റോളുകളൊക്കെ കുറഞ്ഞു സിനിമ. ഇപ്പൊ ഞാൻ ഐഡിയ പോയി. എന്തായാലും ലക്ഷ്മി റായ് പേര് മാറ്റി റായ് ലക്ഷ്മി എന്നാക്കി. അതുപോലെ നമ്മുടെ മാളു പേര് മാറ്റും, അല്ല സൂര്യ പേര് മാറ്റി മാളു സൂര്യ പ്രത്യേക പേര്. എന്തായാലും നമ്മുടെ ലക്ഷ്മിക്ക് അതുകൊണ്ട് ആ പേര് മാറ്റിയതിനു ശേഷം ഇപ്പൊ നേരത്തെ ഒരു വർഷം മുമ്പെങ്ങാണ്ട് പേര് മാറ്റാൻ വേണ്ടി ഇരുന്നാണ്. അന്നെന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പേര് മാറ്റാൻ പറ്റിയില്ല. ഇപ്പൊ എന്തായാലും മാറ്റിയത് കൊണ്ട് നല്ല ഫൈറ്റിംഗ് മൂവീസ് ഒക്കെ അഭിനയിക്കാൻ പോകുന്നത്. ഞാനും എന്റെ പേര് അങ്ങ് മാറ്റിയാലോ? വേണ്ട, നല്ല പേരല്ലേ? സെബാൻ. സെബാൻ അത് തന്നെ ഫുൾ നെയിം. എന്ത് ചേർക്കും മുന്നിൽ? സന്തോഷ് പണ്ഡിറ്റ്. നോ എന്റെ അപ്പന്റെ പേര് സെബാസ്റ്റ്യൻ ആണ്. ഓക്കെ. എന്തായാലും എന്താണ് ലക്ഷ്മി റായ് പേരൊക്കെ മാറ്റി നല്ല അടിച്ചുപൊളി, ആ പാവത്തമൊക്കെ മാറി നല്ല അടിച്ചുപൊളി തിരിച്ചു വരട്ടെ അല്ലേ ഇൻഡസ്ട്രിയിലോട്ട്. ഇപ്പൊ പലതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആക്ഷൻ മൂവീസിലായിട്ട്. എന്തായാലും പേര് മാറ്റുന്ന ഗുണമുണ്ട് എന്നാണ് നമ്മുടെ റായ് ലക്ഷ്മി പറയുന്നത്. എന്തായാലും എന്താണ് ലക്ഷ്മിയെ കുറ്റം പറഞ്ഞു മതിയല്ലേ? റാണി മുഖർജിനെ ഇഷ്ടമാണോ? പിന്നെ നല്ല ഹാർഡായിട്ടുള്ള സൗണ്ട് ഒക്കെ ഉള്ള ആളല്ലേ? നല്ല രസമുള്ള റാണി മുഖർജിന്റെ ലാസ്റ്റ് മൂവീസ് കണ്ടിട്ടുണ്ടായിരുന്നു, അയ്യ തലാഷ് ഒക്കെ നല്ല ഹിറ്റ് മൂവി അല്ലായിരുന്നു. ഇപ്പൊ എന്താ കുഴപ്പം? ആക്ച്വലി പുള്ളിക്കാരത്തി ഇപ്പം കുറച്ചു കാലമായിട്ട് സിനിമയൊക്കെ വിട്ടുമാറി, സിനിമയൊന്നും ഇല്ലാതെ അല്ലേ? പണ്ട് ഭയങ്കര താറാണിയൊക്കെ ആയിരുന്നു, ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. പക്ഷെ കുറച്ചു കാലമായിട്ട് സിനിമകളൊന്നും ഇല്ല, ഭയങ്കര പൊട്ടി. എന്താ കാരണം അറിയോ? എന്താ കാരണം? പക്ഷെ മാരേജ് കഴിഞ്ഞിട്ടും പുള്ളിക്കാരത്തി തിരിച്ചു വരുന്നൊരു ശ്രുതിയൊക്കെയാണല്ലോ കേട്ടെ. സാധാരണ എന്താണെന്നറിയോ, ഈ നടിമാർക്ക് കല്യാണം കഴിച്ചുമ്പോ ഒതുങ്ങി അങ്ങോട്ട് കൂടും. വീട്ടില് മക്കള് കെട്ടിയോൻ അങ്ങനെയൊക്കെ ആയിട്ട് വല്യമ്മ. റാണി മുഖർജി അങ്ങനെയല്ല, പുള്ളിക്കാരത്തി തിരിച്ചു വരികയാണ്. മർദാനി എന്ന അതും പോലീസ് വേഷത്തിലാണ് അല്ലേ? എന്താണ് പോലീസുകാരുടെയൊക്കെ അടുത്ത് പോയി പോലീസുകാരെയൊക്കെ കണ്ട് പോലീസ് ദൂരെ നിന്ന് പോലീസിനെയൊക്കെ വാച്ച് ചെയ്തു. എങ്ങനെയാണ് ഇവര് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇവര് നടക്കുന്നത്, എല്ലാം കോപ്പി അടിച്ചിട്ട് മെലിഞ്ഞു. അത് പറഞ്ഞില്ല. ഇതിനിടയ്ക്ക് ആരെയാ കല്യാണം കഴിച്ചത്? നമ്മുടെ പ്രശസ്തനായ നിർമ്മാതാവ് അല്ലെ, പ്രൊഡ്യൂസറെ കല്യാണം കഴിച്ച് ഒതുങ്ങി ജീവിക്കുന്നു വിചാരിച്ചാണ്. ഒതുങ്ങി ജീവിക്കുന്നില്ല, ഒതുങ്ങി ജീവിക്കണ്ട, നല്ല നടിയാണ് അല്ലേ? എന്തായാലും പുള്ളിക്കാരത്തി ഒരു തിരിച്ചു വരവിന് ഒരുങ്ങാണ് അല്ലേ? കാരണം തിരിച്ചു വരണം. അത് മാത്രമല്ല ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പടത്തിനെ പറ്റി വലിയ ഡീറ്റെയിൽ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രം പുറത്തു വിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്റർ മാത്രം പുറത്തു വന്നേക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനെ പറ്റി ഒന്നും പറയാത്തത് എന്തുകൊണ്ടായിരിക്കണം? കാരണം എന്താണെന്നറിയോ, ഇന്നിവിടെ പ്രൊഡക്ഷൻ ഇതിന്റെ കമ്പനിയില്ലേ, നിർമ്മിക്കുന്ന കമ്പനിക്കാർ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി ഒരു രേഖ കഷ്ടമായിപ്പോയി അല്ലേ? ഇതാണ്. എന്തായാലും എന്താണ് ഈ റാണി മുഖർജിയുടെ ഒരു തിരിച്ചു വരവിന് ഞാനും കാത്തിരിക്കുകയാണ്, നിങ്ങളും കാത്തിരിക്കുക. അപ്പം നമുക്ക് എന്താണ് നല്ലൊരു അടിപൊളി എന്തായാലും തിരിച്ചു വരില്ലേ? അപ്പൊ നമുക്കൊരു അടിപൊളി പാട്ട്, അതിന്റെ സന്തോഷത്തിനായിട്ട് നമുക്കൊരു അടിപൊളി സൂപ്പർ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അതെ, ഈ കഴിഞ്ഞ ദിവസം
സൂര്യയുടെ അല്ല, ഞാൻ പ്രഷറാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നടന്നു പോയപ്പം നമ്മുടെ സൂര്യ എന്ന് പറയുന്ന കുട്ടിയില്ല, കുട്ടി കയ്യിൽ ഏതാണ്ട് വിട്ട് ഇങ്ങനെ ബ്ലേഡൊക്കെ വെച്ച് ഉരയ്ക്കുന്നു. എന്താന്ന് വിചാരിച്ചപ്പോ ഞാൻ നോക്കുമ്പോ ഒരു പച്ച കുത്തി പോലെ ഒരു പാട് മായ്ച്ചു കളയുന്നു. വളരെ സങ്കടത്തോടെയോ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് വായിച്ചു കളയുന്നത്. സത്യമായിട്ട് ഇതല്ല കേട്ടോ സംഭവം വേറെ എന്താണ്, നമ്മുടെ ദീപികയില്ലേ, ദീപിക ആർക്കെ എന്ന് എവിടെ നമ്മുടെ കഴുത്തിന്റെ പുറകില് ദീപികന്റെ യെസ് രൺവീർ കപൂറിന്റെ പ്രണയം കത്തി ജ്വലിച്ചു എന്ന സമയത്ത് ദീപിക പ്രാന്ത് കേറി ആർക്കെ എന്ന് പുറത്ത് കഴുത്തിന് പുറത്ത് വളരെ നൈസായിട്ട് ഒന്ന് പച്ച. പിന്നീട് ഈ പ്രണയം പൊട്ടി പാളീസ് അടിച്ചപ്പം പുള്ളിക്കാരത്തി പണി കിട്ടിയ പുള്ളിക്കാരത്തി മായ്ച്ചു കളയാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷെ അതാണ് നമ്മുടെ സൂര്യക്കും പറ്റിയത്, മാഞ്ഞില്ല. അപ്പം ദീപിക എന്തായാലും കുറെ ശ്രമിച്ചു പറഞ്ഞത് മായ്ച്ചു കളയാൻ വേണ്ടിട്ട്, പക്ഷെ നടക്കുന്നില്ല എന്ന് കണ്ടു. പക്ഷെ ഇപ്പം ഇത് പുതിയൊരു പരസ്യം ചെയ്തിട്ടുണ്ട് അല്ലേ, പരസ്യത്തിന് വേണ്ടി ലേസർ ട്രീറ്റ്മെന്റ്. ഈ പരസ്യത്തിന്റെ ഡയലോഗ് തുടങ്ങുന്നത് തന്നെ എന്തോന്ന് എന്റെ കഴുത്തിലേക്ക് നോക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം എല്ലാരും ദീപിക എവിടെ കണ്ടല്ലേ ആൾക്കാർ ഓടി വന്നിട്ട് എന്ത് ചെയ്യും, കഴുത്തിന്റെ ഭാഗത്തേക്ക് നോക്കുന്നത് എന്താണ് അവിടെ സംഭവം. അപ്പം സത്യത്തിൽ ഈ പരസ്യത്തില് സംഭവം ഇല്ല അല്ലേ, ടാറ്റു ഇല്ല, അത് ഫോട്ടോഷോപ്പ് ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ ഡയറക്ടറിന്റെ അടുത്ത് നമ്മുടെ കുറച്ച് ആൾക്കാർ എന്നിട്ട് ചോദിച്ചു, സാറേ ദീപികയുടെ പുറത്തൊരു ടാറ്റു ഉണ്ടായിരുന്നത് ഇപ്പൊ കാണുന്നില്ല. കണ്ടപ്പം പിള്ളേരുടെ ടാറ്റു നോക്കലല്ല എന്റെ പണി എന്ന് ഡയറക്ടർ പറഞ്ഞു. എന്തായാലും സംഭവം മായ്ച്ചു കളഞ്ഞു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്രണയം പൊട്ടിങ്ങി പിന്നെ എന്തിനാ ആർക്കെങ്കിലും ടാറ്റു വെച്ചുണ്ടാക്കുന്നത്, പൊട്ടി പോയി. അതേ പേരുള്ള വേറൊരാളെ പ്രണയിച്ചാ പോലെ. കണ്ടോ, ഇതാണ് എന്ത് വേദം. എന്തായാലും ഒന്നും മനസ്സിലായില്ല, പാവം കുട്ടി. എന്തായാലും നമുക്ക് ഈ ഗോസിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.